It was at this moment he knew. He fucked up. ഡ്രൈവറാ റോൾസ് റോയ്സിന് ഡ്രൈവറാ റോൾസ് റോയ്സിന് കിടക്കല്ലേ തിരിയുമാ ഒക്കെ ഒട്ടിക്കാൻ കിട്ടുന്ന ലെക്കാണ് ഇവിടെ. ഹലോ എടാ നീ ഡ്രൈവറാ? മള്ളി 40 ലക്ഷം ഒരു മണിക്കൂറിന്, 50 ഈ ഇമാതിരി ഇതെല്ലാം തോണ്ടിട്ട് 15 ലക്ഷം മള്ളി. ബെറ്റർ ജോബ്. കാശ് കഴിച്ചാൽ പോലും പാസ്സാ. നീ എന്നെ വണ്ടി ഓടിക്കാൻ കൊണ്ടുവന്നാണോ? അല്ല മള്ളി, ഈ കാണുന്ന ഫാക്ടറി ഉണ്ട് ഓപ്പോസിറ്റ്, ഒന്ന് നോക്കിയാ തിരിഞ്ഞേ. ഈ ഫാക്ടറി എല്ലാം അവരുടേതാണ്. ഈ കാണുന്ന ഫാക്ടറി അത് തോണ്ടി കാണിച്ചിട്ട് അവിടെ പോയി മറ്റേ കുഴിമാന്താനെന്ന് എന്നോട് പറയരുത്. ഇല്ല മള്ളി, അതൊന്നും ചെയ്യണ്ട മള്ളി. അവർക്ക് 50 ഇവൻ കേട്ടല്ലേ, ഈ ജോലിക്ക് വേണ്ടി കുറെ പേര് തള്ളിക്കൊണ്ട് നിപ്പുണ്ട് മള്ളി ഇവിടെ. സത്യം ഗ്രൈൻഡിങ് ടാർഗറ്റ് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി ഈ തണ്ടി ആദ്യം പോകും. സത്യം ഇവൻ 5 പേര് ജോലിയൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കിട്ടിയ കൺഫോമേറ്റീവ് എടുക്കും 50 രൂപ. 50 സത്യം. അവന്റെ കൈ ഒരിടത്ത് ജോലിയും വാ ഒരിടത്ത് ജോലിയും ജോലിയും മള്ളിക്ക് അറിഞ്ഞോളവനെ. മള്ളി മള്ളി ഒന്നുമില്ല, ഒരു സിമ്പിൾ ഇന്റർവ്യൂ അകത്ത് അറ്റൻഡ് ചെയ്ത് ഈ ജോലി എങ്ങനെയും മുരളി കൊണ്ട് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കണം. കുറച്ച് ഗ്രൈൻഡിങ് ടാർഗറ്റ് വരുമ്പോ ലീഡർ ഒന്നും കൊടുത്തില്ലെങ്കിൽ ചില അച്ചുകൾ ചോദിക്കും എന്ത് ജോലി ചെയ്തു ചോദിക്കും. അല്ല എന്താ ഗ്രൈൻഡ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചോദിക്കുന്നവരെ ഞാൻ മറ്റേ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ലീഡറിനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ മറ്റേ ഇറക്കും. അത് വേറെ കാര്യം. പക്ഷെ മനസ്സിൽ തട്ടും, എന്നാലും അത് മനസ്സിൽ തട്ടും. അപ്പൊ നമ്മളത് എന്തെങ്കിലും ഒരു പൈസ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ എനിക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കുറച്ച് പൈസ കിട്ടണം മള്ളി. അതാണിത് മള്ളി. അവര് ചോദിച്ചു ഇച്ചിരി ബുദ്ധിയും വിവരവും ഉള്ള ഒരാളെ ജോലിക്ക് കിട്ടുമെന്ന് ചോദിച്ച്, അത് അവര് വേറൊരാളോട് ചോദിച്ചു. പക്ഷെ ഞാൻ അത് കേട്ട്. അപ്പൊ ഞാൻ ഡ്രൈവറല്ലേ, ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ ഇവർ ആരും ഫോൺ വിളിച്ച് ചോദിക്കണേ കേട്ടു. അതായത് കണക്ക് കാര്യങ്ങൾ നോക്കാം, ഒരു പി വേണം. ബുദ്ധിയുള്ള ആളാണ് അവർ നോക്കണമെങ്കിൽ ഇതെനിക്ക് അതാണ് അവര് കൺഫോം അല്ലേ ചോദിച്ചത്, ബുദ്ധിയാണ്. അപ്പൊ ഞാൻ കൺഫോം ആയിട്ട് വിചാരിച്ചു മുരളി ഇത് മുരളിക്ക് എന്തായാലും ഈസി ആയിട്ട് പറ്റും. അപ്പൊ ഞാൻ എടുത്ത് തന്നെ ഇതേപോലെ എന്റെ മുരളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർ ഞാൻ പറഞ്ഞു ഇതെല്ലാം അവരുടെ സ്റ്റാഫുകളാണ്. മൊത്തം സ്റ്റാഫുകളാണ്. ഇത് പല ജോലിയാണ് മള്ളി. ഇവരുടെ കമ്പനിയുടെ പേര് കോയ ബ്രൈബർ ലിമിറ്റഡ്സ്. ഗോയ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൽ ഒരാളുടെ പേര് അലിക്കോയ, ഒരാളുടെ പേര് അണ്ടിക്കോയ. ഇവർ രണ്ടുപേരാണ് ഓണേഴ്സ്. ഇവരെ സോപ്പ് ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായ മുരളി സിറ്റിയിലെ നമ്പർ 1 കോടീശ്വരനാവുന്നേ. മള്ളി ഗൺ സോപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന 2 പമ്പും കൂടെ വാങ്ങിക്കാൻ നമുക്ക്. മള്ളി വേറൊരു കാര്യമുണ്ട്, അവർക്ക് മക്കളില്ല. മുരളിന്ന് വേണമെന്നും വെച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഫാക്ടറി വരെ ഇരുത്തി വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വെറുതെ ഒന്നും മുരളിയെ വിളിച്ചോണ്ട് പറയല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. അവിടെ ചെന്നിരുന്ന് കരഞ്ഞാലോ? കൂടെ വിളിക്കേ അല്ല, അണ്ടിക്കോയെ കണ്ടപ്പോ മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ തോന്നിയെന്ന് പറഞ്ഞ കരഞ്ഞാലോ? അത് വേണം മള്ളി. അത് ആദ്യമേ വില കളയണ്ട. അച്ഛനില്ലാത്ത ആൾക്കാരാണെങ്കിൽ വീഴും, ഉറപ്പായിട്ട് വീഴും. അല്ല അവർക്ക് അച്ഛനുണ്ടെങ്കിലോ? നീയല്ലേ പറഞ്ഞ അവർക്ക് അച്ഛനില്ലെന്ന്? അവർക്ക് മക്കളില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ മക്കൾക്ക് അച്ഛനില്ലാത്തത്. മക്കളില്ല മള്ളി കുഴപ്പമില്ല. ഒരു അച്ഛനില്ലാതെ വളരുന്ന മകനാണെന്നുള്ളൊരു ഡയലോഗ് റെഡിയാണ്. ഇപ്പൊ 1 കോടിക്ക് എന്തായാലും അച്ഛൻ വിളിക്കേണ്ടി വരില്ല. കൂടുതൽ വേണമെങ്കിൽ മള്ളി ഇഷ്ടം പോലെ. സിറ്റിയിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ വിളിച്ചിട്ടില്ല. ഒരു കോടി കിട്ടുമെങ്കിൽ ഞാൻ വിളിക്കാം. ഇല്ല മള്ളി, ഇല്ല, അതിന്റെ ആവശ്യം വേണ്ടിയില്ല മള്ളി. മള്ളി ഒന്ന് വിചാരിച്ച് അവരെ കൂടെ അവർ പറയുന്ന ജോലിയൊക്കെ ചെറിയ രീതിയിൽ. ഞാൻ ഡ്രൈവറാണ് മള്ളി. അപ്പൊ ഇതിൽ മള്ളിക്ക് വണ്ടി ഓടിക്കേണ്ടി വരത്തില്ല. മനസ്സിലായില്ലേ? എന്നോട് അകത്തോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. പറ്റും മള്ളി. ഞാൻ വിശ്വസ്തനായ ഡ്രൈവറാണ്. സത്യം പറഞ്ഞ 2 ദിവസമായെങ്കിലും ഇവര് സിറ്റിയിൽ അവർ ഇതുവരെയും കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവർ ഞാനാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതാണ് കോമഡി. മലയാളി ഞാൻ വിളിക്കൂല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എന്റെ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടേന്ന് വിളിച്ചോളാം. എടാ അമ്പത്തൂരെ, നിന്റെ ജോലിക്കുള്ള എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റ് വാങ്ങിച്ചു തരാം. നീ 15 ലക്ഷം നല്ല ജോലി ചെയ്യുന്നത്, ഞാൻ 20-25 ആക്കി തരാം. വാ
നീ മുകളിൽ ഇന്റർവ്യൂ കഴിയുമ്പോ അകത്തോട്ട് പോയേ. ഇവിടെ എന്താ ചാറ്റിലെന്താ അടിവല്ലോ ആണ്? മുരളി ഒരു കിടുക്ക് ബാബു, ഒരു കാര്യം പറയാൻ മറന്നുപോയി. പ്രസന്റേഷൻ കേട്ടോ. 600 അറുന്നൂറല്ലേ? Congrats മുരളി. 600 ചെലവ് വേണം ചെലവ്. ഇല്ല ഞാൻ 600 അടിച്ചില്ല. എന്നല്ലേ 2 സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഓക്കെ, ടണൽ ടൈറ്റൻസ് അതാണ് ഈ ഓഫീസിന്റെ പേര് കേട്ടോ. ടണൽ ടൈറ്റൻസ് ആ കോയ ബ്രദേഴ്സ് അല്ലേ? അലിക്കോയ അണ്ടിക്കോയ. അയ്യോ അപ്പൊ താരക്ക് നിപ്പുണ്ട് കേട്ടോ ഓൾറെഡി. വേറെ ജോലി കൊടുക്കോ? എക്സ്ക്യൂസ് മീ സാർ. അകത്തോട്ട് ജോലി നോക്കി വന്നാണോ? ഹലോ എങ്ക പാത്താൽ ഇവനാണല്ലോ ബ്രോ, ഇത് ക്യൂവാ. പോയോ? ഒരാളും കൂടെ കഴിഞ്ഞ മുരളിയാണേ. ഒരാളും കൂടെ കഴിഞ്ഞ എന്തൊരു പരിപാടി? മുരളി ഒരാളും കൂടെ കഴിഞ്ഞ മുരളിയാണ്. ഹലോ ഹലോ, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയതാണോ? അതല്ല, ഞങ്ങള് ഇവിടെ എന്റെ ഒരു പരാതി കൊടുക്കാൻ പോയതാ. പരാതി എന്തിനാ ഇവിടെ കൊടുക്കണേ? ഇവിടെ താഴെ പണി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ അടിയിലെ മൈനിങ്. ഓ, മൈനിങ് ചെയ്യുന്നിടത്ത പരാതി മുതലാളികളോട് പറയാൻ വന്നതായിരിക്കും അല്ലേ? ഇവിടെ ഒരു വെള്ള ഗ്യാസ് പൊട്ടു. അപ്പൊ അത് ഇങ്ങനെ ശ്വാസം മുട്ടി ഞാൻ അങ്ങനെ KGF ആണ് ഇത്. അണ്ണ അടി പോയി കണ്ടാ പേടിച്ചു. മനസ്സിലായി. അപ്പം പുലിമടയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവന്റെ പടിയെടുക്കാൻ വിളിച്ചോ? കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശമ്പളം ഭയങ്കര കുറവല്ലേ? ശമ്പളം ശമ്പളം അതാണ് ഏറ്റവും വലിയ അടിയായി പോയത്. ഈ ശമ്പളം കുറവായോണ്ടേ ജോലിയില്ല. വേറെ എന്ത് ചെയ്യും ഇപ്പൊ? ഈ അമ്പത്തൂര് ഇങ്ങനെയൊക്കെ പറയും. അത് കേട്ടുണ്ടല്ലോ, ഗ്രൈൻഡിങ് ഡേ അവൻ എവിടെ ചന്തി വിറ്റിട്ടാണേലും അവൻ ഒരു 20 കോടി അല്ല 40 കോടി കൊണ്ടായിരിക്കും വരുന്നത്. അവരുടെ എല്ലാം കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ ബാബു, പറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പൂർണ്ണ പൈസയാണ്. തോക്കെടുത്ത് 2 വെടിവെച്ച് വന്നിട്ട് തമ്പിൽ മുദ്രപത്രം എഴുതി മേടിച്ച് KGF കൊണ്ട് സ്വന്തമാക്കിയാലോ? ഇതിന്റെക്ക് ലോക്കറിന്റെ പാസ്വേഡ് അറിയാവോ? ഇല്ല. മുദ്രപത്രം എവിടെ ഇരിക്കുന്ന അറിയാവോ? ഇതൊക്കെ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എവിടെ നിൽക്കണെന്ന്. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്ലാൻ നോക്കാം. ഈ പ്ലാൻ തന്നെ എല്ലായിടത്തും വർക്കൗട്ട് ആവോ? കൂടെ നിന്ന് പഠിച്ചിട്ട് തിരിച്ചു കൊത്താനാണെങ്കിൽ പാട്ടി. സാർ മേ കമിൻ? കേക്കുന്നില്ല, സൗണ്ട് സാർ മേ കമിൻ? വേറെ അകത്തോട്ട് വരാൻ നോക്കിക്കൊള്ളാൻ പറ്റില്ലേ? സാർ മേ കമിൻ? വെള്ളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാണ്ട് സാർ മേ കമിൻ? നമ്മുടെ മനക്കിട സേതുല്ലേ, അവിടെ വിളിച്ചാൽ മതി. എന്ത് വലിയ ഡിസ്കഷനിലാണ്. എന്താണ് മടി? ഇരുന്ന് കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ആഹാ, കൊള്ളല്ലോടാ അലിയേ. എന്താണ് ഇവിടെ നടക്കണത്? അലി സാറ്, അണ്ടി സാറിന് 2 പേർക്കും എന്റെ നമസ്കാരം. ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ബാസു. നമസ്കാരം. വാസുവിനെ പറ്റി ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നാ ബാബു? അണ്ടി സാറിനെ പറ്റി എപ്പോഴും പറയും. 100 താവാണ് വിളിക്കല്ലേട്ടാ, എനിക്കത് ഇഷ്ടമല്ല. സാറിനെ ഞാൻ ഇഷ്ടമുള്ളവരൊക്കെ അണ്ടിയേ എന്നാ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാ മതി. ഒന്ന് വിളിച്ചാ കേക്കട്ടെ. അതല്ലേ നമ്മുടെ ആൾക്കാര്. വാസു ഏതുവരെ പഠിച്ചു? ഞാൻ BSc വിഷ്വൽ മീഡിയ ആയിരുന്നു. ഗ്രാഫിക് ഡിസൈൻ, ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ പോസ്റ്റർ ഒട്ടിക്ക് അറിയാടാ? എനിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ല അണ്ടിയെ. നമ്മള് എനിക്ക് ഈ പറഞ്ഞ പണി ഡീറ്റെയിൽ സാർ അല്ലെ പുള്ളിക്കറിയാം. പുള്ളി ഇതിനു മുന്നേ ഒരു അണ്ടി ഫാക്ടറി നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കണക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചെന്താ വെച്ചാ
അലിയേ നമ്മടെ കറക്റ്റ് ആളിനെയുള്ളടാ ബാബു നീ കൊണ്ടുവന്നേ. നമുക്ക് പരിപാടികളൊക്കെ അറിയാം. എന്ത് വേണം നമ്മൾ ബാബു സെറ്റ് ചെയ്യാം. പറഞ്ഞായിരിക്കില്ലേ? നമുക്ക് അങ്ങനെ പൈസ ആക്രാന്ന പരിപാടികളൊന്നും ഇല്ല. നമ്മള് കൂടെ നിൽക്കും. അതാണ് നമുക്ക് എന്തിനും ഏതിനും കൂടെ നിൽക്കും. ഇവിടെ പരിപാടിയൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങള് ആള് ക്യാമനാന്ന് പറഞ്ഞോണ്ടാ നമ്മള് വിളിപ്പിച്ചത്. ഇതിപ്പോ നമുക്കിവിടെ വേണ്ട പറഞ്ഞ വിശ്വസ്തനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ല വേണ്ടിയേ? അതെ, കൂടെ നിൽക്കുന്ന ആളാണ് നമുക്ക് വേണ്ടത്. അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പൈസ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മള് കൂടെ ഉണ്ട്. അതാണ് ആ സ്പിരിറ്റ് കണ്ടാ.